അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് മുറ ഫാമിലാണ്. അപ്പോൾ ശനിയാഴ്ച 2 ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ബാലൻസ് കുട്ടികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർഡറാണ് കേൾക്കുക. ഇത് ഇപ്പോൾ ഓർഡറില്ല. നിലവിൽ ഓർഡറുള്ള പീസുകൾ നമ്മൾ കൊടുത്ത് നമ്മൾ ഇത്തവണ നമ്മൾ ഓർഡറുള്ള ആളുകൾക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതെ അതെ, പുറത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വീഡിയോ. 2 ലോഡിൽ ഇപ്പോൾ എരുമക്കുട്ടികൾ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്? 2 എരുമക്കുട്ടികളുണ്ട്. 2 എരുമക്കുട്ടികളുണ്ട്. ഇതിപ്പോൾ കാണാം, ക്വാളിറ്റി കാണാം. നല്ല കുട്ടികൾ, നല്ല ഇടനീളം കാൽപ്പൊക്കൊക്കെ ഉള്ള കുട്ടികളാണ്. വേറെ പിന്നെ ആരെങ്കിലും വന്നാലിപ്പം കൊടുക്കാമല്ലോ. അത് സെയിൽ ചെയ്യാനുള്ളതാണ്, ആർക്ക് വന്നാലും കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ലോഡിൻ്റെ കാര്യങ്ങൾ 10 ദിവസം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ വരും. ലൈനിൽ റണ്ണിങ്ങിൽ ലോഡുണ്ട്. ഇതിലിപ്പോൾ ഒരു ആവറേജ് ഇപ്പോൾ എത്ര തൊട്ടിട്ടുണ്ടാവും? 110 മുതൽ 270 വരെയുള്ള കുട്ടികൾ ഇപ്പോൾ ഇതിലുണ്ട്. ഇത് കാണാൻ നല്ല കുട്ടികളാണ്. നല്ല പറഞ്ഞോളി നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എരുമക്കുട്ടികൾ 2 ഉള്ളത്. ഒരെണ്ണം എരുമക്കുട്ടി ഇതാണ്, 180 ബോഡി വെയിറ്റ് 1 കിലോ. ഒരു എരുമക്കുട്ടി ഇതാണ്. ഒരു എരുമക്കുട്ടി അവസാനം നിൽക്കുന്നുണ്ട്. റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? 1 കിലോ 180 ബോഡി വെയിറ്റ്, ലൈവ് ബോഡി വെയിറ്റ് 180, 180. നമ്മളിപ്പോൾ ബൾക്കായിട്ട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇറക്കി കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഇവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആറങ്ങോട്ടുകര, പാലക്കാട് ജില്ലയിലൊക്കെ നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ കൊടുക്കുന്നുണ്ട്, കോട്ടയത്ത് കൊടുക്കുന്നുണ്ട്, കൊല്ലത്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ പർച്ചേസിങ്? നമ്മുടെ ആളുകൾ ആരെങ്കിലും? നമ്മൾ ഹരിയാന ടീം, നമ്മൾ പാർട്ട്ണർ ഉള്ളൊരു സ്ഥാപനമാണ്. 2 പേരും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഞങ്ങൾ 2 പേര്, എൻ്റെ സുഹൃത്തുക്കൾ, മാനു സുഹൃത്താണ്, അദ്ദേഹം ഞാനും. കേരളത്തിലും ഹരിയാനയിൽ അവർ 2 പേരാണ്, ജ്യേഷ്ഠനാണ്. പർച്ചേസിങ് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സാധനം ഇവിടെ എത്തും. അവർ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ അടുത്ത ലോഡ് അവർ പാക്ക് ചെയ്യും, ലോഡ് ചെയ്യും. വഴിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 5 ദിവസം, ഇല്ല എന്നുണ്ടെങ്കിൽ 10-12 ദിവസം അതിൻ്റെ ഉള്ളിൽ എത്തും. അതിനുള്ളിൽ ഇപ്പോൾ വരുന്നത് വഴിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ എടുത്തു പറയാൻ പറ്റില്ല, ഒരു ഗുണ്ടാ സംഘം എന്ന് പറയാം. എടുത്തു പറയാൻ പറ്റില്ല, ആരും എന്നും എടുത്തു പറയാം, ഗുണ്ടാ സംഘമാണ്. ഇന്ന് ഒരു ടീം വന്നു കഴിഞ്ഞാൽ നാളെ വേറൊരു ടീം പുതുതായി പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുക. വലിയ പ്രയാസമാണ് എത്തിക്കാൻ. റൂട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പിടിച്ച പ്രയാസങ്ങളുണ്ട്, ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 25-ാം തീയതി ഓപ്പൺ ചെയ്തത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ 4 മാസം മുന്നേ ഓപ്പൺ ചെയ്യേണ്ട സ്ഥാപനമാണ്. 3 തവണ ലോഡ് പിടിച്ച് വലിയ പൈസ വമ്പൻ നഷ്ടത്തിൽ ഞങ്ങൾ ഓടിക്കുകയാണ്. ഇപ്പോൾ 11 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ആ 3 ലോഡർ പിടിച്ച് ഞങ്ങൾ മറിച്ച് കൊടുക്കേണ്ടി. അത് കൊടുന്നാൽ നമുക്കിവിടെ പാർട്ടിക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ല. അതിൽ അത്രയും ശോഷിച്ചിട്ട് ക്ഷീണത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് ആയി വരാൻ തന്നെ ഭയങ്കര താമസം എടുക്കും. ഒഴിവാക്കിയത് ഞങ്ങൾ. ഒഴിവാക്കാനും വിറ്റ്, ചെറിയ വിലക്ക് വിറ്റ് ഒഴിവാക്കി. അപ്പോൾ അടുത്ത ലോഡിൽ എങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള കുട്ടികളാണോ വരുന്നത്? ഒരു മീഡിയം കുട്ടികളാണ് എടുക്കുന്നത്. അതിലെടുക്കുക ഞങ്ങളൊരു 10-15 പീസൊക്കെ വലിയ കുട്ടികളുണ്ടാവും. ഒരു 200-ൻ്റെ റേഞ്ചിൽ, 200-200 ഇതിൽ വരാറുണ്ട്. അത് കൂടുതലും കുട്ടികൾ ഈ റേറ്റിൻ്റെ വ്യത്യാസത്തിൽ എന്താ അറിയോ, ആളുകൾക്ക് വാങ്ങുമ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ചെറിയ കുട്ടികൾ കൊണ്ടുവരേണ്ട കാരണം. അതാണ് കൂടുതൽ ആൾക്കാർ വന്ന് ചെറിയ കുട്ടികൾക്കാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടി സാധനം എടുത്ത് വെയിറ്റ് നോക്കി അവരെ ബഡ്ജറ്റ് നോക്കുമ്പോൾ അവർക്ക് തികയാത്തൊരു പ്രശ്നം. അതങ്ങനെ നമുക്ക് ഈ മാർക്ക് ഒക്കെ വരുന്നതിൻ്റെ കാരണം തന്നെയാണ്. അവർ മാർക്ക് ചെയ്യും, പിന്നെ വന്ന് തൂക്കുമ്പോൾ അവരെ ബഡ്ജറ്റിൽ പ്രോബ്ലം, അപ്പോൾ പിന്നെ അവർ തിരിച്ചു വെക്കും, ചെറുതെടുക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് കാരണം ഇപ്പോൾ നമുക്ക് എന്താ അറിയിച്ചാൽ നമുക്ക് വില കുറച്ചിട്ട് വിൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹം, പക്ഷെ നമുക്ക് സാധിക്കണില്ല. നമ്മളെ പറ്റണില്ല. ആ സംഭവം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അത്ര റേറ്റും കാര്യങ്ങളും ചിലവ്, വഴിയിൽ ചിലവ് കൂടുതലാണ്. നമുക്ക് ഇങ്ങോട്ട് എത്താൻ നമുക്ക് വരുന്നത് 1,90,000 വണ്ടി വാടക വരുന്നത്. പക്ഷെ അതിൻ്റെ ഡബിൾ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള വഴിയിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഈ വരുന്ന ലേബർ, 5 ലേബർ ഉണ്ട്. 5 ലേബറിന് നമുക്കൊരു 75,000 അത് തന്നെ ചിലവ് വേറെ വരും. പുറമെ 2.5-3 ലക്ഷം റുപ്യ വഴിയിൽ ഇനാം കൊടുത്തിട്ടാണ് അത് കൊണ്ടുവരാൻ, കൈക്കൂലി കൊടുത്തിട്ട് കൊണ്ടുവരണം.
അങ്ങനത്തെ പ്രതിസന്ധികളുണ്ട്. അത് ഞങ്ങൾക്കെന്നല്ല, എല്ലാവർക്കും കേരളത്തിലെ ഏത് വമ്പൻ ടീമിനും ആളുകൾക്ക് അവരൊക്കെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. കുറേ ആളുകളുടെ പേരെടുത്ത് വരത്തിന് കുറേ ആളുകളുടെ ലോഡ് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഓരോരോ സ്പോട്ടുകൾ അറിയാം പിടിച്ചെടുക്കണേ. ഭയങ്കര പ്രതിസന്ധി, അവരൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഇന്ന് പുറത്തുനിന്ന് കാണുന്ന ഒരു സാഹചര്യം പോലെയല്ല ഇതിനുള്ളിലുള്ള പ്രശ്നം വരിക. എന്താ ഇതിൽ നല്ല കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നല്ല ഹെഡ്, നല്ല രീതിയുള്ളതും നല്ല ഇടങ്ങൾക്കൊക്കെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഞായറാഴ്ച വീഡിയോ കണ്ടു. ഞായറാഴ്ച വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ചൊവ്വാഴ്ചയായി. അപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ ചിലതൊക്കെ പോയി കാണും. എന്നാലും നല്ല കുട്ടികൾ ഇതിലുണ്ട്. ചെറിയ കുട്ടികൾ, അതായത് ഇപ്പോൾ ചെറിയൊരു ക്യാഷിൻ്റെ കുട്ടികൾ ഇതിലുണ്ടാവും. 120, 110 തൊട്ടിട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം. നമ്പർ ഇതിൽ അവസാനം കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കാം. കുട്ടികൾ യാതൊരു മോശമില്ലാത്ത കുട്ടികളാണ്, എന്തായാലും വിശ്വസിച്ച് വാങ്ങിക്കാം. അപ്പോൾ അവർ ഹൈവേയിലാണ് അപ്പോൾ ആദ്യം നടത്തിയിരുന്നുണ്ടാകുന്നത്. പിന്നെ അവിടുന്ന് ഹൈവേരെ പണികളായ കാരണം അപ്പോൾ അവിടുന്ന് മാറ്റി. അപ്പോൾ നല്ല കുട്ടികൾ നമുക്ക് ഇതിന്നാലും വാങ്ങിക്കാം. കരുളായിപ്പടിയാണ്, തിരൂർ ചമ്മറവട്ടം റൂട്ടിലെ കരുളായിപ്പടി എന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. അതിപ്പോൾ നമ്പറിൽ വിളിച്ചാലും അവർ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് വിളിച്ചിട്ട് പോവാം. അകലിൽ നിന്ന് വരുന്നവരെ വിളിച്ചിട്ട് മാത്രം പോകാം കേട്ടോ. ഈ കുട്ടിയൊക്കെ നോക്കി നല്ല കണ്ട അതിൻ്റെ വീതി കണ്ട, അതിൻ്റെ നെറ്റിയിലെ വീതിയും കൊമ്പും നല്ല റിങ് പോലത്തെ കൊമ്പാവും. അത് ഉള്ളിലേക്ക് വന്നിട്ട് നല്ല അടിപൊളി കുട്ടികളാവും. കുട്ടികളിപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരീരം മെലിഞ്ഞത് കാരണം അവർക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഇതൊക്കെ വരും, ദേഷ്യമൊക്കെ വരും. അതൊന്നും കാര്യമൊക്കെയല്ല. ഇതൊക്കെ പോത്തിനെ അപേക്ഷിച്ച് അതൊന്നും കാര്യമില്ല, ഒക്കെ നന്നാവും. അപ്പോൾ നമ്മളൊക്കെ കൊണ്ടുപോയി നോക്കണ പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ അവിടെ അടുത്തുള്ളവർക്ക് ഇപ്പോൾ അത് വാങ്ങിക്കാൻ നല്ല സൗകര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കുട്ടികളിപ്പോൾ ഷോർട്ടായിട്ട് വരികയാണ്. ഇപ്പോൾ ലോഡുകൾ പിടിക്കണ കാരണം അത്യാവശ്യം ആൾക്കാർ അകലിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്തു നിന്നാണ് കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കുട്ടികളുണ്ട്, അതറിഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് നല്ല കുട്ടികളുണ്ട്. ഇപ്പോൾ സൈസ് കൂടിയതും അടുത്ത ലോഡിലൊക്കെ വരുന്ന പറയുമ്പോൾ കുറച്ച് സൈസ് കൂടിയതൊക്കെ ഉണ്ടാവും. അടുത്ത പെരുന്നാൾക്ക് പറ്റിയതൊക്കെ ആവശ്യമുള്ളവരത് വിളിച്ച് വെച്ചിട്ട്